ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അസ്ഗർ യാസി. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാനാണ്. നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ തന്നെ പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കനോടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നവർ കയ്യിൽ കരുതേണ്ട വസ്തുക്കൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അത്യാവശ്യമായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട വസ്തുക്കളിൽ പെടുന്നതാണ് ഒരു ടവൽ വേണം, അതുപോലെ തന്നെ ഒരു കുപ്പി വെള്ളം വേണം, അതുപോലെ തന്നെ ഒരു ഷൂ വേണം. ഇതെന്തിനാന്ന് വെച്ചാൽ ടവൽ നമ്മൾ ജിമ്മിൽ പലതരം ആൾക്കാർ വന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് അവരുടെ സ്വെറ്റ് മെഷീനറീസിലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി, നമുക്ക് ടവൽ ഇല്ലെങ്കിൽ കൂടെ തന്നെ ആ ഒരു സെറ്റ് നമ്മുടെ ബോഡിയിലായി കഴിഞ്ഞാൽ നമുക്ക് പല സ്കിൻ ഡിസീസസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടവൽ കയ്യിൽ കരുതുക. പിന്നെ ഷൂസ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ അത് ഇഞ്ചുറീസ്, നമ്മുടെ കാലിലേക്ക് വെയിറ്റ് വീഴാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് കാലിന് ഇഞ്ചുറീസ് വരാതിരിക്കാനൊക്കെ ആയിട്ട് മാക്സിമം ഷൂസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നത്. പിന്നെ വെള്ളം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ, അതായത് ഈ ഒരു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാനും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ലിക്വിഡ് സപ്ലൈ ചെയ്യാനായിട്ടാണ് വെള്ളം കയ്യിൽ കരുതേണ്ടത്. അപ്പോൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം വരുന്നത് ഈ ആക്സസറീസ് കയ്യിൽ കരുതുക. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു കാരണവശാലും ജിമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച വാമപ്പ് എക്സസൈസും സ്ട്രെച്ചിങ്ങുകളും ചെയ്യാതെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിക്ക് മസിൽ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്, അതുപോലെ പല ഇഞ്ചുറീസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ജോയിൻ ചെയ്ത പാടെ തന്നെ നിങ്ങൾ ഹൈ ഇൻറ്റൻസ് ട്രെയിനിങ്ങിലേക്ക് പോകരുത്. എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഗൈഡൻസോട് കൂടെ, അതായത് ഒരു ട്രെയിനറുടെ ഗൈഡൻസോട് കൂടെ തന്നെ എക്സസൈസുകൾ ചെയ്യാം. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഡയറ്റാണ്. നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്, ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളവരാണെങ്കിൽ ഗ്രാജുവലി നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫുഡ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനുള്ളവരാണെങ്കിൽ കൂടെ തന്നെ ഗ്രാജുവലി അത് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം. ഒറ്റ ദിവസം തന്നെ ഒരുപാട് ഫുഡ് കഴിക്കുകയോ അതല്ലെങ്കിൽ ഒരുപാട് ഫുഡ് പെട്ടെന്ന് കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് ഡൈജഷനുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മസലാമോ, ടേക്ക് കെയർ.